ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിവില്ല എന്ന് ബോൾഗാട്ടിയിലെ അലൻ വോക്കർ ഷോയുടെ സംഘാടകൻ മാതൃഭൂമി ന്യൂസിനോട്. എക്സൈസ് ഉൾപ്പെടെ വൻ പോലീസ് സംഘം ഇന്നലെ എത്തിയിരുന്നു. ഓംപ്രകാശ പരിപാടിയുമായി ഒരു ബന്ധമില്ല എന്നും സംഘാടകൻ ലിജോ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഇന്നലെ ബോൾഗാട്ടിയിൽ നടന്ന ഷോയിലെ വ്യാപകമായി ലഹരി വസ്തുക്കൾ പിടിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് 4 പേർ കഞ്ചാവ്. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഇതുവരെയും കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം പിടിച്ചതായിട്ട്. ഈ 4 പേർ കഞ്ചാവുമായി പിടിയിലായ വിവരം നമുക്കറിയില്ല അല്ലെ? സംഘാടകരെന്ന് നിങ്ങൾക്കറിയില്ല? ഇതുവരെ വിവരം കിട്ടിയില്ല. ഇപ്പൊ അവിടെ മറ്റേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു 1-2 സാറന്മാര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ കാണാൻ വേണ്ടിട്ടൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ലഹരി ഉപയോഗം സംബന്ധിച്ച് എന്തെങ്കിലും പരിശോധനകൾ ഉണ്ടായിരുന്നോ ഇന്നലെ? നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പല ഡിപ്പാർട്ട്മെന്റിനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100-200 പേരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുന്നു. പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, സ്പെഷ്യൽ ബ്രാഞ്ച്, എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൂടി. ഓക്കെ, ഈ സംഘാടകർ എന്ന രീതിയിൽ നിങ്ങളും ഒരു പരിശോധന ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നമ്മള് ഫുൾ ബാഗ് പോലും ഉള്ളിലോട്ട് കയറ്റി വിട്ടിട്ടില്ലെന്നുള്ളതാണ്. അതെ, അവിടെ നിന്ന് ഇങ്ങനെ അറസ്റ്റ് ഉണ്ടായത് നിങ്ങളുടെ അറിവിലില്ല? ഈ ഓംപ്രകാശുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് ശ്രദ്ധിച്ചിരുന്നു? അത് ഒരു രീതിയിലും നമ്മളായിട്ട് ഒരു ബന്ധമില്ല. അത് കാര്യം ആള് അറസ്റ്റിലായി എന്നുള്ളൊരു ന്യൂസ് ഏതോ ഒരു മീഡിയ ത്രൂ കണ്ടിരുന്നു, ഏതാണെന്ന് അറിയില്ല. പക്ഷെ നമ്മളായിട്ട് യാതൊരുവിധ ബന്ധമില്ല അത്.